നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ജുജുത്സു കൈസൻ ഷിൻജുക്കു ഷോഡോൺ ആർക്കിൻ്റെ അടുത്തൊരു എപ്പിസോഡ് ആയിട്ടാണ്. മുന്നത്തെ വീഡിയോയും കണ്ടിട്ടില്ലെങ്കിൽ വേഗം പോയി കണ്ടിട്ട് വരിക. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം. പിന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ ഗോജോ ഹയറിസിലെ എല്ലാവരെയും കുന്നുകളഞ്ഞിട്ടുണ്ട്. അതും കാണിച്ചിട്ടായിരുന്നു കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത്. എപ്പിസോഡിൻ്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ ചിനിച്ചി ഗോജോനോട് ചോദിക്കുന്നുണ്ട്, ഗോജോ സാർ, നിങ്ങൾ എന്തുകൊണ്ടാണ് ബാരിയർ ക്രിയേറ്റ് ചെയ്യാൻ എന്നെ ചൂസ് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കിട്ടുന്ന ഗോജോ പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഒരുപാട് ട്രസ്റ്റ് ചെയ്യുന്നു, അതുകൊണ്ട് തന്നെയാണ് നിന്നെ ബാരിയർ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ചൂസ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് നമ്മുടെ ചിനിച്ചിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ അവൻ്റേതായിട്ടുള്ള ഒരു ബാരിയർ അവൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മുടെ ഉട്ടാഹിമ അവളുടെ ഒരു സോളോ ടെക്നിക്ക് അവിടെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടെക്നിക്കിൻ്റെ പവർ എന്ന് പറയുന്നത് ഇവൾ ചൂസ് ചെയ്യുന്ന ഒരു സോസറിനോ അല്ലെങ്കിൽ ഇവളുടെ കേസ് എനർജിക്കോ മാത്രമേ ഈ ഒരു ബാരിയറിൻ്റെ ഉള്ളിലേക്ക് ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. വേറെ ഒരു പവറിനോ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിനകത്തൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇവളുടെ സോളോ ടെക്നിക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ഗോജോ ആദ്യം തന്നെ അവനൊരു പവർ 200% എത്തിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ ഒരു വലിയൊരു പർപ്പിൾ എന്ന് പറഞ്ഞൊരു പവർ എടുത്തിട്ട് സുക്കനിക്ക് നേരെ പ്രയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉട്ടാഹിമയുടെ ഈ ഒരു സോളോ ടെക്നിക്കിൻ്റെ പവർ കൊണ്ട് തന്നെ വലിയൊരു ഔട്ട്പുട്ട് തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു അറ്റാക്ക് നമ്മുടെ സുക്കനിക്ക് പിടിച്ച് നിർത്താൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു അറ്റാക്ക് തന്നെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും ഫേസ് ടു ഫേസ് വരുന്നുണ്ട്. അങ്ങനെ ഇവർ തമ്മിലുള്ള ഫൈറ്റ് തുടങ്ങുകയാണ്. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അബ്ബാര ഫൈറ്റ്, അടി എന്ന് പറഞ്ഞാൽ അമ്മാതിരി അടി, അങ്ങനത്തെ അടിയാണ് കൊടുക്കുന്നത്. സുക്കനെയും ഗോജോയും അങ്ങോട്ട് മാറി അടിക്കുന്നുണ്ട്. ഒരാളടിക്കുന്നത് ഒരു ബിൽഡിംഗ് പൊളിഞ്ഞു പോകുന്നു, മറ്റൊരാളടിക്കുന്നത് മറ്റ് ബിൽഡിംഗ് പൊളിഞ്ഞു പോകുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ തന്നെ പഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ ബിൽഡിങ്ങും ഇവരുടെ പവർ കൊണ്ട് തന്നെ പൊളിഞ്ഞ് ഇല്ലാതാവുകയാണ്. അങ്ങനെ ഇവരുടെ ഈ ഫൈറ്റൊക്കെ നമ്മുടെ സ്ട്രീമിൽ ലൈവായിട്ട് സ്ട്രീം ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ മെയിൻമേൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് എല്ലാവർക്കും ലൈവായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ കള്ളിങ് ഗെയിമിൽ കണ്ട ഒരുപാട് പ്ലേയേഴ്സ് ഇല്ലേ, അവരൊക്കെ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ യൂജി, പാണ്ട, ഹാന, പിന്നെ കാഷിമോ പോലുള്ള എല്ലാവരും ഈ ഒരു ഫൈറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. യൂട്ട പോലുള്ളവരൊക്കെ ഇവരിങ്ങനെ പറയുന്നുണ്ട്, അവർ യൂസ് ചെയ്ത പവർ അതാണ്, അവർ യൂസ് ചെയ്ത പവർ ഇതാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഡൊമൈൻ എക്സ്പെൻഷൻ ഓൺ ആക്കുന്നുണ്ട്. രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഡൊമൈൻ എക്സ്പെൻഷൻ ഓൺ ആക്കിയത് കൊണ്ട് തന്നെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ഒപ്പോണൻറ്റിൻ്റെ ഡൊമൈൻ എക്സ്പെൻഷന് മുന്നിൽ വീക്കർ ആയിട്ടുള്ള ഒരാളുടെ ഡൊമൈൻ എക്സ്പെൻഷൻ നള്ളിഫൈ ചെയ്ത് പോകും. അപ്പോൾ തന്നെ സുക്കുനിയുടെ ഡൊമൈൻ എക്സ്പെൻഷനും ഗോജോയുടെ ഡൊമൈൻ എക്സ്പെൻഷനും ഒരേപോലെ തന്നെ പവർഫുൾ ആണ്. പക്ഷേ ഇവരെ തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് സുക്കുനയുടെ ഡൊമൈൻ എക്സ്പെൻഷൻ കുറച്ചുകൂടെ പവർഫുൾ ആണ്. അതുകൊണ്ട് തന്നെ ഗോജോയുടെ ഡൊമൈൻ അവിടെ വെച്ച് ഇല്ലാതാകുന്നുണ്ട്. അപ്പോൾ ഗോജോ ഉള്ളത് ഇപ്പോൾ നമ്മുടെ സുക്കുനയുടെ ഡൊമൈൻ്റെ അകത്താണ്. അതുകൊണ്ട് തന്നെ സുക്കുനയുടെ എല്ലാ അറ്റാക്കും ഗോജോയ്ക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. അവൻ്റെ സ്ക്രാച്ചസ് ഒക്കെ അവൻ്റെ ബോഡിയിൽ തന്നെ വന്നിട്ട് അവൻ്റെ ബ്ലഡ് വെസൽസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ഡാമേജ് ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗോജോയ്ക്ക് നല്ല പരിക്ക് പറ്റുന്നതല്ലാതെ ഗോജോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവൻ റിവേഴ്സ് കേസ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഡൊമൈൻ എക്സ്പെൻഷനുള്ളിൽ നിന്ന് പുറത്ത് വന്നാൽ മാത്രമേ അവൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ റിവേഴ്സ് കേസ് ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ സുക്കുന നല്ല രീതിയിൽ തന്നെ ഗോജോയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗോജോയ്ക്ക് നല്ല രീതിയിൽ തന്നെ മുറിവും പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗോജോ ആകെ തളർന്നിട്ടുണ്ടെന്ന് പറയാം. അത്രയും പരിക്കിട്ടിട്ടുണ്ട് ഗോജോയ്ക്ക്. അതിനിടയ്ക്ക് സുക്കുന ഡയറക്റ്റ് വന്നിട്ട് ഗോജോനെ പഞ്ച് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടൈമിൽ തന്നെയാണ് ഗോജോ സിമ്പിൾ ഡൊമൈൻ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഈ സിമ്പിൾ ഡൊമൈൻ എന്ന് പറയുന്നത് ഇവൻ്റെ ബോഡിയിലുള്ള എല്ലാ മുറിവിനെയും ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒരു റിവേഴ്സ് കേസ് ടെക്നിക്ക് പോലുള്ള ഒരു ചെറിയൊരു ഡൊമൈൻ എക്സ്പെൻഷനാണ്. ഈ ഒരു ഡൊമൈൻ എക്സ്പെൻഷൻ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് അവരുടെ ബോഡിയിലുള്ള എല്ലാ മുറിവിനെ ഓട്ടോമാറ്റിക്കലി തന്നെ ഹീൽ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഗോജോ ഈ ടെക്നിക്ക് ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ടൈമിൽ തന്നെയാണ് നമ്മുടെ ഗോജോ അവൻ്റെ റിവേഴ്സ് കേസ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗോജോൻ്റെ എല്ലാ മുറിവും അപ്പം തന്നെ ഹീൽ ചെയ്യുന്നുണ്ട്. ഗോജോ പിന്നെ സുക്കുനയ്ക്ക് ഫൈറ്റ് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ നമ്മുടെ സുക്കുനയ്ക്ക് അടി കിട്ടുന്നുണ്ട്. അങ്ങനെ ഗോജോ നമ്മുടെ സുക്കുനയ്ക്കെതിരെ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസ് ടെക്നിക്ക് ആക്ടിവേറ്റ് ആകുന്നുണ്ട്. ആ ഒരു കേസ് ടെക്നിക്കിൻ്റെ പവർ കൊണ്ട് തന്നെ അവൻ്റെ ഡൊമൈൻ എക്സ്പെൻഷൻ പൊടിഞ്ഞില്ലാതാവുന്നുണ്ട്. അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് ഗോജോ കൊടുത്തത്. ഈ ടൈമിൽ തന്നെയാണ് ഗോജോ സുക്കുനോട് ചോദിക്കുന്നത്, സുക്കുന, നിനക്ക് നിൻ്റെ ഡൊമൈൻ റേഞ്ച് കൂട്ടാൻ പറ്റുമോ എന്ന്. അപ്പോൾ തന്നെ സുക്കുന അവൻ്റെ എല്ലാവിധ ഔട്ട്പുട്ട് യൂസ് ചെയ്തിട്ട് അവൻ്റെ ഡൊമൈൻ റേഞ്ച് കൂട്ടാൻ നോക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ തന്നെയാണ് ഗോജോയെ അവൻ്റെ ഫുൾ ഔട്ട്പുട്ടിൽ അവൻ്റെ ഡൊമൈൻ എക്സ്പെൻഷൻ ആക്ടിവേറ്റ് ചെയ്യാൻ നോക്കുന്നത്. ആ ഒരു ടൈമിൽ തന്നെയാണ് നമ്മുടെ ഗോജോനെ സുക്കുന അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നത്. ഈ ഒരു അറ്റാക്ക് എന്ന് പറയുന്നത് ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റ് ഫൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗോജോയ്ക്ക് മാക്സിമം പിടിച്ചു നിൽക്കാനൊക്കെ പറ്റുന്നുണ്ട്. സുക്കുനയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ തന്നെയാണ് ഗോജോ നോക്കുന്നത് സുക്കുന അവൻ്റെ ഡൊമൈൻ്റെ എഫക്റ്റ് കുറച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോജോൻ്റെ ഉള്ളിലാണ് സുക്കുന ഉള്ളത്. ഗോജോൻ്റെ ഡൊമൈൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ സുക്കുന ഉള്ളത്. പക്ഷേ ഈ ഗോജോൻ്റെ ഡൊമൈന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഗോജോൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ഗോജോയ്ക്ക് അവൻ്റെ തൊട്ടടുത്തുള്ള ആളുകൾക്ക് ഒന്നും പറ്റില്ല. പക്ഷേ ഗോജോയ്ക്ക് വിട്ടു നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ ഗോജോൻ്റെ ഡൊമൈൻ്റെ എഫക്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് പറഞ്ഞു കൊടുത്തത് വേറെ ആരുമല്ല, കെഞ്ചാക്കു ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗോജോനെ ചുറ്റിയിട്ട്, അതായത് ഗോജോൻ്റെ ഒപ്പം തന്നെ സുക്കുന നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സുക്കുനയ്ക്ക് ഗോജോൻ്റെ ഡൊമൈൻ്റെ ഒരു ഡാമേജും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഗോജോയുടെ ഡൊമൈൻ ഇവിടെ കൊളാബാവുന്നുണ്ട്. ഇത് കണ്ടത് ഗോജോൻ്റെ സ്റ്റുഡൻസ് ഒക്കെ വളരെ ടെൻഷനായി നിൽക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഹക്കാരി, നമ്മുടെ കാഷിമോയും ഉണ്ട്. കാഷിമോ ഹക്കാരിയോട് പറയുന്നുണ്ട്, നോക്ക് ഹക്കാരി, ഈ ഫൈറ്റിൽ ഗോജോ എങ്ങാനും തോറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉടനെ തന്നെ ബാറ്റിൽ ഫീൽഡിലേക്ക് ഇറങ്ങും, സുക്കുനിയുമായിട്ട് ഫൈറ്റ് എന്ന് പറയുന്നുണ്ട്. ഇതിൽ നമ്മുടെ ഹക്കാരി പറയുന്നുണ്ട്, നമുക്ക് നോക്കാം,
നമുക്ക് നോക്കാം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഹക്കാരി. അങ്ങനെ ഈ ഫൈറ്റ് വീണ്ടും നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു വലിയ കൊളാബ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഗോജയ്ക്ക് നല്ല രീതിയിൽ തന്നെ പരിക്കേൽക്കുന്നുണ്ട്. ഇതൊരു ഗോജ പറയുന്നുണ്ട്, ഞാൻ ഫസ്റ്റ് തന്നെ ഈ ഡൊമൈൻ എക്സ്പെൻഷൻ മാസ്റ്റർ ചെയ്യാൻ നേരത്ത് ഞാൻ ഫസ്റ്റ് ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടെക്നിക്കാണ് ഞാൻ ഇനി ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്.